അമ്മ ദൂരേക്ക് പോ. എന്നെ തടയാറായോ നീ? അത്രയ്ക്കായോ? മുത്തശ്ശനെ ആക്രമിക്കരുത്. അദ്ദേഹത്തെ തൊട്ടാ അത് ഞാൻ നോക്കി നിൽക്കില്ല. അമ്മ എന്നെ തകർത്താലും തളർത്തിയാലും ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കും. മൂടാ, അയാള് നിന്നെ ഇല്ലാതാക്കാൻ മാർഗങ്ങൾ നോക്കി നടക്കുന്ന ആളാ. അവസരം കിട്ടിയ അയാള് വീണ്ടും നിന്നെ ബന്ധിക്കും. ഒരിക്കൽ സംഭവിച്ചത് നീ മറക്കരുത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും വൃന്ദയുടെ മുത്തശ്ശനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ച വൃന്ദയ്ക്ക് ആ വേദന സഹിക്കാനാവില്ല. അവളെ വേദനിപ്പിക്കാൻ ഒന്നും ഞാൻ ചെയ്യില്ല. എന്റെ ലക്ഷ്യത്തെ തടയുന്നത് ആരായാലും അവരെ ഞാൻ ഇല്ലാതെയാക്കും. എന്റെ കൂട്ടുകാരെ, അവരുടെ ഉറ്റവരെ അമ്മ ഉപദ്രവിക്കാൻ വന്ന അമ്മയെ തടുക്കാൻ ഞാൻ അവിടെ ഉണ്ടാവും. നീ തടുക്കോ? തടുക്കും. അമ്മയുടെ ശക്തിക്ക് ഞാൻ ഇരയായാലും ശരി തന്നെ ഞാൻ തടയും. നിനക്ക് ലക്ഷ്യമല്ലേ പ്രധാനം? നീ ആ പെൺകുട്ടികളുടെ വലയിൽ വീണ് സകലതും മറന്നോ? ആ പെൺകുട്ടികളിൽ നിന്ന് നീ ഓടിപ്പോയ്ക്കോ. അല്ലെങ്കിൽ ലക്ഷ്യം നേടാനാവാതെ ഞാനും നീയും അലയേണ്ടി വരും. കഴിയില്ല, എനിക്കതിന് കഴിയില്ല. എന്റെ കൂട്ടുകാരെ വേദനിപ്പിക്കുന്നൊന്നും ഞാൻ ചെയ്യില്ല. ലക്ഷ്യം നേടാനായില്ലെങ്കിൽ മുൻപിൽ തടസ്സമായി വരുന്ന എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും. അതിൽ നിന്റെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെയും ഞാൻ നശിപ്പിക്കും. പോടാ. ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ആ പെൺകുട്ടികൾക്കൊപ്പം നിന്നെ ഉല്ലസിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഓർത്തോ നീ? എന്താ പറ്റി മുത്തശ്ശ? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. വലിച്ചനെന്ത് പറ്റി? വീണ്ടും വയ്യാതായോ? എന്താന്നറിയില്ല, ഞങ്ങൾ വന്നപ്പം മുത്തശ്ശ സുഖമില്ലാതിരിക്കായിരുന്നു. എനിക്കൊരു അസുഖവും ഇല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ മുത്തശ്ശ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല മോളെ. മുത്തശ്ശൻ ഇവിടെ സുഖമില്ലാണ്ടിരിക്കുന്ന ഞങ്ങൾ കണ്ടതല്ലേ? ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു തലകറക്കം ഉണ്ടായി. നിങ്ങൾ ആരും കരുതുന്ന പോലെ വേറൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. ശ്രീദേവി, എന്റെ മരുന്നെടുത്തതാ. വലിച്ചവാ, ഞാൻ എടുത്തു തരാം. മുത്തശ്ശമല്ലേ, സൂക്ഷിച്ച്. മുത്തശ്ശ, എന്താ പെട്ടെന്ന് അങ്ങനെ വന്നേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ നമുക്ക്? മുത്തശ്ശൻ വരാൻ തയ്യാറാവില്ലല്ലോ. മുത്തശ്ശൻ അങ്ങനെയാ, നിർബന്ധിച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മള് വൃന്ദയുടെ കാര്യം മുത്തശ്ശനോട് സംസാരിക്കാനല്ലേ വന്നത്? മുത്തശ്ശന്റെ ഈ അവസ്ഥയിൽ ആ കാര്യം പറയാൻ പറ്റില്ല. മുത്തശ്ശനോട് ഈ കാര്യം പറയേണ്ടതല്ലേ? വൃന്ദയുടെ മനസ്സിൽ എന്താണെന്നറിയാതെ മുത്തശ്ശൻ ACPക്ക് വാക്ക് കൊടുത്ത അത് പ്രശ്നമല്ലേ? പക്ഷെ ഈ കണ്ടീഷനിൽ മുത്തശ്ശനോട് എങ്ങനെ ഇക്കാര്യം പറയും? വേണ്ട കിരൺ, മുത്തശ്ശനോട് ഇതേപ്പറ്റി ഇപ്പൊ ഒന്നും പറയണ്ട. ഇതിന്റെ പേരിൽ മുത്തശ്ശൻ ഹോസ്പിറ്റലായ എനിക്ക് താങ്ങാനാവില്ല. ഇക്കാര്യം പിന്നെ എപ്പോ പറയാനാ? പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ പറയാം. മുത്തശ്ശന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തായാലും ഉടനെ അതേപ്പറ്റി ഒന്നും പറയണ്ട. ഗുഡ് മോർണിംഗ്. മുത്തശ്ശൻ എങ്ങനെയുണ്ട്? മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല.
എന്നാ പിന്നെ ഇവളെ കല്യാണക്കാരെന്ന് മുത്തശ്ശനോട് പറഞ്ഞാലോ? അത് വേണ്ട. അതെന്താ? ഇനിയിപ്പോ അതിനെ പറ്റിയൊന്നും മുത്തശ്ശനോട് പറയാൻ പോണ്ട. അപ്പൊ നിനക്ക് ACP ആയിട്ടുള്ള കല്യാണം ഇഷ്ടാണ്. ഒറ്റ രാത്രിയോടെ നിന്റെ മനസ്സ് മാറിയോ? ACP ഇന്നലെ രാത്രി ഇവളെ വിളിച്ചേ ബ്രെയിൻ വാഷ് ചെയ്തോന്ന് തോന്നുന്നു. എന്താടി നിനക്കൊരു മനംമാറ്റം? മനസ്സ് മാറിയതൊന്നും അല്ല, ഞാൻ ഓപ്പോളുമായിട്ട് സംസാരിച്ചു. മുത്തശ്ശൻ ACPയുടെ ഇല്ലക്കാർക്ക് വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പെണ്ണ് കാണൽ നടന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇക്കാര്യം മുത്തശ്ശനോട് സംസാരിച്ച് മുത്തശ്ശന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. എന്തായാലും നന്നായി. മുത്തശ്ശന് സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇക്കാര്യം സംസാരിച്ച് മുത്തശ്ശന്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ടി വന്നില്ലല്ലോ. അല്ല, നീ ആരവന് കോഫി കൊടുത്തായിരുന്നോ? കോഫി കൊടുക്കാൻ അവനെ കണ്ടു കിട്ടണ്ടേ? ഞാൻ കോഫിയും കൊണ്ട് മച്ചി ചെന്നപ്പോ അവൻ അവിടെ ഇല്ല.